നമ്മൾക്ക് മേൽ ഇടുത്തിയായിട്ട് നിൽക്കുന്ന ഒന്നാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. നമ്മളെ എന്നും പിഴിഞ്ഞുകൊണ്ട് അവർ വീർത്തുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരിക്കൽ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. റിസർവ് ബാങ്ക് അടിക്കുന്ന പണം മുഴുവൻ എത്തുന്നത് KSEBയിലേക്കാണോ എന്ന് സംശയം. 1-ാം തീയതി വാങ്ങുന്ന ശമ്പളം 30-ാം തീയതി ആയാലും എണ്ണിത്തീരത്തില്ല. വൻ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. ഇവരെ നിരന്തരമായിട്ട് വൈദ്യുതി ചാർജും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. KSEB എന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ കറണ്ട് അടിച്ച് എന്ന് പറഞ്ഞ് ജനം നെട്ടോട്ടമാണ്. ഇതാ വീണ്ടും കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇത് കൂനിന്മേൽ കുരുവെന്ന പോലെ മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇതിനൊരിക്കലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കത്തില്ലേ? കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുത്തി വലിയ ചർച്ചകൾ നടക്കേണ്ടത് സമയമാണ്. കാരണം കേരളത്തിൽ ഒരു കാലത്തും ഇലക്ട്രിസിറ്റി ബോർഡ് ഈ രൂപത്തിലല്ലാതെ മാറി ചിന്തിച്ചിട്ടേ ഇല്ല. ഒന്ന്, ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുക, അതായിരുന്നു വലിയ ബഹളം. സൈലൻറ്റ് വാലി വേണം, ആതിരപ്പള്ളി വേണം, വേറെ ഒന്നിനെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ അവരാരും ആലോചിച്ചില്ല. സോളാർ എനർജി ലോകത്തെല്ലായിടത്തും ഉണ്ട്, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാം, തിരമാലയിൽ നിന്ന് എനർജി ഉണ്ടാക്കാം, കുറച്ചായിരിക്കും കാറ്റിൽ നിന്നുണ്ടാക്കാം. അങ്ങനെ പല രൂപത്തിലുള്ള ആൾട്ടർനേറ്റീവ് ബദൽ ഹരിത ഊർജ്ജ സ്രോതസ്സുകൾ ലോകം മുഴുവൻ തിരക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിനോ നമ്മുടെ സംവിധാനങ്ങൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. 1998 വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഡയറക്റ്റായിട്ടാണ് ചാർജ് കൂട്ടിയിരുന്നത്. അപ്പോൾ അതിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വളരെ തന്ത്രപൂർവ്വം ഒരു പരിപാടി തുടങ്ങി. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ തുടങ്ങി. അപ്പോൾ കമ്മീഷനെ വെച്ചപ്പോൾ ആളുകൾ വിചാരിച്ചെന്താണ്, ജനങ്ങളോടൊപ്പം നല്ലതല്ലേ എടുക്കാം. എന്നിട്ടപ്പോൾ അന്ന് അവർ പറഞ്ഞത്, ആ കമ്മീഷൻ്റെ ബയോഡേറ്റ് അന്നത്തെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, പരിഷ്കരണം, അത്യന്താധുനികമാക്കും, പ്രൊഫഷണലിസം കൊണ്ടുവരും, മോഡേണൈസ് ചെയ്യും, ഇതൊക്കെ നല്ലതല്ലേ. ഇങ്ങനെ പരമ്പരാഗതമായി കിടക്കുന്നതിനേക്കാൾ ഇത്രയും വേൾഡ് ക്ലാസ് നമ്പർ 1 ആവുമെന്ന് വിചാരിച്ചാണ് കമ്മീഷൻ കൊണ്ടുവന്നത്. പക്ഷെ കമ്മീഷൻ്റെ ഏക ജോലി ഇപ്പോൾ എന്താണ്? കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുക. എന്ത് പ്രൊഫഷണലിസമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്? കുറേ പേരെ കൂടെ തീറ്റിപ്പോറ്റുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞ് കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. കുറേ അധികം ആളുകളെ തീറ്റിപ്പോറ്റുന്നത് മാത്രമല്ല, അവർ ഇരുന്നിട്ട് എന്ത് പരിഷ്കാരമാണ് കേരളത്തിൽ നടപ്പിലാക്കിയെന്ന് പറയൂ. അതാണ് നമുക്കറിയേണ്ടത്. എന്ത് പുതിയ കാര്യമാണ് നടപ്പിലാക്കിയത്? എന്ത് ബോധവൽക്കരണമാണ് ഇവിടെ നടപ്പിലാക്കിയത്? എന്ത് ഊർജ്ജ ഓഡിറ്റാണ് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കിയത്? ഒന്നും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 10 മണി വരെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാൽ തീർച്ചയായിട്ടും കുറേ കറണ്ട് ലാഭിക്കാം. ഞാനൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പീക്ക് അവറാണ്, പീക്ക് ലോഡിൻ്റെ സമയത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രിസിറ്റി മേഖലയിൽ കേരളത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, ഇലക്ട്രിക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇപ്പോൾ 70% കറണ്ട് എവിടെ നിന്നാണ് വാങ്ങുന്നത്? മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത് നമ്മൾ. എന്നിട്ടും നമ്മൾ ഇതിനകത്ത് ഒരു ലാഭവും നഷ്ടമൊന്നും വേണ്ട. പക്ഷേ ജനങ്ങളെ മേളിൽ ഇങ്ങനെ അധിക ഭാരം കൂട്ടിക്കൊടുക്കാൻ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ സംവിധാനം? ഒരു നോർമലായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കുന്നു. നമ്മൾ കുറേ പൈസ കൂട്ടി അടിക്കുന്നു, ഓരോ പ്രാവശ്യം കൂട്ടി ജനങ്ങളെ മണ്ടയിൽ ഭാരം വയ്ക്കുന്നു. ഇതെന്ത് സംവിധാനമാണ്? എന്തിനാണ് ഇത്രയും വലിയ സംവിധാനം? മന്ത്രി, ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രത്യേക മന്ത്രി, പ്രത്യേക ബോർഡ് ചെയർമാൻ, പ്രത്യേക സെക്രട്ടറിമാർ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി, ഒരു വലിയ സന്നാഹം അവിടെ തന്നെ ഇല്ലേ? പിന്നെ കമ്പനി ആക്ട് അനുസരിച്ചാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഈ ശമ്പളവും അലവൻസ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഓണത്തിനൊക്കെ വലിയ ആനുകൂല്യമാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. കമ്പനിയുടെ ഷെയർ ആണല്ലോ അപ്പോൾ പറയുന്നത്. ഈ കമ്പനി ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നാട്ടുകാരെ മണ്ടേന്നാണ്. അപ്പോൾ നാട്ടുകാരെ മണ്ടയിൽ കാലാകാലം ഇന്നലെ കൂട്ടി ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇവിടുത്തെ ഇപ്പം നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ബാക്കി എല്ലാ പത്രത്തിലും ഒരു ന്യൂസാണ്, ചെറിയ കോളം വാർത്ത. തമിഴ്നാട്ടിൽ 100 യൂണിറ്റ് വരെ സൗജന്യം. ഡൽഹിയിലോട്ട് പോയാൽ 200 യൂണിറ്റ് വരെ സൗജന്യം, 400 യൂണിറ്റ് വരെ ചെറിയ റേറ്റ്. കേജ്രിവാളിന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റും? നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കൊടിയ അഴിമതിയും ഈ പറഞ്ഞ എന്താ പറയുക, ശമ്പള പരിഷ്കരണവും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം നടക്കട്ടെ. നമ്മൾ ശമ്പളം കൊടുക്കേണ്ടെന്നോ ശമ്പളം പരിഷ്കരിക്കേണ്ടെന്നോ വലിയ ശമ്പളം ഇതേതോ ഒരു ഓൺലൈൻ ചാനലിൽ തന്നെ ഞാൻ കണ്ടായിരുന്നു. SSLC പാസ്സായ ഒരാളിന് കുറേ വർഷം കഴിഞ്ഞപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ ശമ്പളമോ കൊടുക്കുന്നതെന്ന് പറയുന്ന വാർത്തകൾ.
അപ്പോൾ അതെല്ലാം കൊടുത്തോട്ടെ, അതിനകത്ത് അല്ല, നമുക്ക് അത് ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. അക്ഷരം പ്രതി ശരിയാണ്. അപ്പം നമുക്ക് അതിന് തർക്കമില്ല. പക്ഷേ ഈ ഭാരമെല്ലാം കൂടെ ആരും ചുമക്കരുത്. ഇത് നമ്മൾ കേരളത്തിലെ ജനങ്ങളാണ് ഇത് മുഴുവൻ ചുമക്കുന്നത്. ശരി, ഗവൺമെൻറ് കൊടുക്കൂ, സബ്സിഡി കൊടുക്കൂ, ഗവൺമെൻറ് സബ്സിഡി കൊടുക്കൂ. ഇത് മുഴുവൻ ജനങ്ങളെ മണ്ടയിൽ വെച്ചാൽ എന്നിട്ട് പറയും എന്താണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിൽ ക്യാൻസർ രോഗിയുള്ള സ്ഥിരമായി ഹൃദ്രോഗം വരുന്ന, ഹൃദ്രോഗം എന്നാൽ അടിച്ചു പോകില്ലേ പെട്ടെന്നൊക്കെ, സ്ഥിരമായിട്ട് ഹൃദ്രോഗം എന്ന് അവർ പറഞ്ഞാൽ പറയുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പൊ ഏത് വീട്ടിലാണ് ഫ്രിഡ്ജ് ഇല്ലാത്തത്? ടി വി ഇല്ലാത്ത, ഫാനും ഇല്ലാത്ത വീട് ഏതാ? എ സി ഇല്ലാത്ത വീട് ഈ ചൂട് കാലത്ത് എ സി വെക്കാതെ താമസിക്കാൻ പറ്റും മനുഷ്യന്. ഫ്രിഡ്ജില്ലാത്ത വീട് അത് എത്ര ചെറിയ വീട്ടിലും ടി വി ഇല്ലേ? ലാപ്ടോപ്പ് ഉപയോഗിക്കാത്ത പിള്ളേരുണ്ടോ? ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളുണ്ടോ? വളരെ സാധാരണക്കാർ വരെ ഇതില്ല എൻ്റെ വീടുകളിൽ. അപ്പോൾ അവരെ കണ്ടീഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനോഹരമാണെന്ന് തോന്നും. അപ്പോൾ ആർക്കും ആനുകൂല്യങ്ങളില്ല. പിന്നെ കർഷകർ കൃഷി ചെയ്തോളൂ, ഇലക്ട്രിസിറ്റി ബില്ല്. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവർക്ക് പിരിച്ചെടുക്കാനുള്ള പൈസ ഇവർ പിരിച്ചെടുക്കുന്നുണ്ടോ? ആരെയെന്ന്? നമ്മളെയും നിങ്ങളെയൊന്നുമല്ല. നിങ്ങളും ഞാനും ഇലക്ട്രിസിറ്റി ബില്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കട്ട് ചെയ്യും. ഇവിടുത്തെ അതുപോലെയാണ് വാട്ടർ അതോറിറ്റിക്ക് എത്ര കോടിയാണ് പിരിച്ചെടുക്കാനുള്ളതെന്ന് അറിയാമോ? ഇലക്ട്രിസിറ്റി ബോർഡിക്ക് പിരിച്ചെടുക്കാനുള്ളത് ധവളപത്രം പുറപ്പെടുവിക്കണം ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുള്ള തുകയുടെ. പത്രത്തിൽ പരസ്യം ചെയ്യണം PRD വഴി. എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ, എത്ര വൻകിട സ്ഥാപനങ്ങളാണ് ആർക്ക് പൈസ കൊടുക്കാനുള്ളത്? ഇലക്ട്രിസിറ്റി ബോർഡിന് പൈസ കൊടുക്കാനുള്ളത്. അപ്പോഴേ അതൊന്നും ചിന്തിക്കാതെ, ഒരു പ്രൊഫഷണലിസത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ആൾട്ടർനേറ്റീവ് വൈദ്യുത സ്രോതസ്സുകളെക്കുറിച്ച് ചിന്തിക്കാതെ, സോളാറിനൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനകത്ത് നടപ്പിലാക്കുന്നവർ. അങ്ങനെ ചിന്തിക്കാതെ, മറ്റ് എനർജി സ്രോതസ്സുകളെ കുറിച്ച് ചിന്തിക്കാതെ, അല്ല, ഈ സോളാർ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാവുന്ന കാര്യമല്ല. കുറേ പരിഹരിക്കാമല്ലോ. എല്ലാം ഇല്ലെങ്കിൽ ഇപ്പം വേസ്റ്റ് ടു എനർജി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. വേസ്റ്റിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കുറേ പ്രോത്സാഹിപ്പിക്കണം. അത് വിൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ കുറേ കാലം കൊണ്ട് പറയുകയാണ്, കുറച്ചായിരിക്കും, പക്ഷെ അത് ചെയ്യണ്ടേ? വൈദ്യുതി തിരമാലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ ഈ ട്യൂബ് ലൈറ്റ്, മറ്റ് സംവിധാനങ്ങളൊക്കെ മാറ്റുന്ന LED ലൈറ്റ് പോയി കഴിഞ്ഞാലൊക്കെ ഇതിനൊക്കെ സർക്കാർ എന്ത് കൊടുക്കണം? ആവശ്യമായ പ്രചരണവും സബ്സിഡിയും സ്പോൺസറും പല രൂപത്തിലൊരു വിഷൻ ഡോക്യുമെൻ്റ് ഇല്ല. എൻ്റെ പരാതി അതാണ്. ഈ രണ്ട് കാര്യം ചെയ്യാനാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്നു, അപ്പുറത്തുനിന്ന് വാങ്ങുന്നു, വില കൂട്ടുന്നു. അതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ സാധനം തരുന്നു, ചാലക്കാർ ചെയ്യും പോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്നു, ഞാനൊരു വില ഇട്ടങ്ങ് തരുന്നു, ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വില കൂട്ടുന്നു. എന്താണ് ഈ സംവിധാനം? ഈ KSEB യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30% ഇവിടെ ഉള്ളെന്നേ സാറേ. റെഗുലേറ്ററുടെ അംഗീകാരവും കിട്ടി എന്നുള്ളത്. 100%, 100 യൂണിറ്റ് വൈദ്യുതി ഉണ്ടെങ്കിൽ 70 യൂണിറ്റ് ഇവിടെ നിന്ന് മേടിക്കുന്നു, അപ്പുറത്തുനിന്ന് മേടിച്ച് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. തെർമൽ പവറാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ആളുകൾ കൊടുക്കാനും വാങ്ങാനുമായിട്ട് കുറേ പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യുന്നു. അതിനെ റെഗുലേറ്റ് ചെയ്യാനും പിടിക്കാനുമായിട്ടൊരു കമ്മീഷൻ. എന്തൊരു വലിയ ശമ്പളവും സംവിധാനമാണ്. അവരിടുന്ന് എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് അവിടെ? അവരിതിനെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ആൾട്ടർനേറ്റീവ് എനർജി സ്രോതസ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ജനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ബില്ല് കറക്റ്റായിട്ട് പിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ശമ്പള പരിഷ്കരണം ഇതിനനുസരിച്ച് ആനുപാതികമായി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കുന്നുണ്ടോ? ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇതൊന്നും ചിന്തിക്കാതെ വല്ലാത്ത രീതിയിലാണ് ജനങ്ങളെ മണ്ടയിൽ ഈ ഭാരം അടിച്ചു വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പണ്ടാര പണിയിലെ കിട്ടി അടി കിട്ടി പിന്നെ പ്രതികരിച്ചാലും കാര്യമില്ലെന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. പണ്ടാണെങ്കിൽ ഇത് വിടത്തുണ്ടോ? ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരാണ് പ്രതിപക്ഷത്തിരുന്നെങ്കിൽ ഇത് സമരം ഇതിവിടെ എന്തൊക്കെ സംഭവിച്ചാണ് ഇവിടെ? ഇത് പ്രതിപക്ഷത്തിനിരിക്കുന്നവർക്ക് അവർക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉള്ളവരല്ല. അത്തരത്തിൽ സമരമൊക്കെ ചെയ്ത് പ്രതിരോധിക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ലല്ലോ. സമര പാർട്ടി അല്ലല്ലോ അവർ. അതുകൊണ്ട് ജനങ്ങളിത് പേറുകയാണ്. ഇവിടെ വാർത്ത ഏതാണ്? സന്ദീപ് ഇന്നത്തെയൊക്കെ TV പ്രധാന വാർത്തകൾ എന്താണ്? സന്ദീപ് വാര്യർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു, സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി, പിന്നെ മോഷണം, ഒരു വീട്ടിൽ മോഷണം നടന്നു, മോഷണത്തിൻ്റെ CCTV ക്യാമറ ഞങ്ങൾക്ക് ആദ്യം കിട്ടി. ഒരു വീട്ടിൽ കള്ളൻ കയറി, അവിടെ CCTV വെച്ചിരുന്നു, കള്ളനെ പിടിച്ചു. ചാനലിലെ പ്രധാന വാർത്തയാണ് എക്സ്ക്ലൂസീവ്, ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത്. ആരെ? CCTVയിലെ ഫുട്ടേജ്. ഇവിടെ മനുഷ്യനെ നിരന്തരം ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, ഒരു വശത്ത് ഉരുൾപൊട്ടൽ, ഒരു വശത്ത് പ്രളയം, ചുഴലിക്കാറ്റ്, ഇരുട്ടടി, വാട്ടർ അതോറിറ്റിയുടെ പരിപാടി, വാട്ടർ അതോറിറ്റിയിൽ വലിയ സമരം, ഇങ്ങനെ മനുഷ്യൻ്റെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ കിടക്കുമ്പോഴാണ് രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് ഇന്നയാൾ, ഗുഡ് നൈറ്റ് വിത്ത് ഇന്നയാൾ. ഞാനൊരു ചാനലിലാണ്, ഞാൻ എല്ലാ ചാനലിലൊക്കെ പോകുന്നതാണ്, സാറ്റലൈറ്റ് ചാനൽ, ആരെയും കുറ്റം പറയല്ല. നമ്മുടെ ചാനലുകൾക്ക്, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും എന്തല്ല, വാർത്തയല്ല. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ 10 പേജാണ് ന്യൂസ്.
ഇലക്ട്രിസിറ്റി ചാർജ് ബില്ല് കൂട്ടിയത് ഒരു ചെറിയ കോളത്തിലെ ന്യൂസാണ്. ഇവിടുത്തെ പ്രതിസന്ധി വേറെയാണ് ഇവിടുത്തെ കിടക്കുന്ന പ്രതിസന്ധി. ഇന്നലെ ഞാനൊരു മാധ്യമ ലേഖനത്തിലൊരു ആർട്ടിക്കിൾ വായിച്ചു. അട്ടപ്പാടിയിൽ ആദിവാസികളോട് ചെയ്യുന്ന ക്രൂരത, 10 പേജുണ്ട്. ഒരു സുനിൽ എഴുതിയിരിക്കുന്നത് മാധ്യമ പത്രത്തിൽ. എന്തൊരു ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു വിഷയം ആരും എന്ത് ചെയ്യുന്നില്ല, കേരള സമൂഹം ചർച്ച ചെയ്യുന്നില്ല സാറേ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി. ഈ അടിയിൽ മനുഷ്യൻ ഈ അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അടി കിട്ടി പിന്നെ പ്രതിരോധിക്കില്ലല്ലോ, എന്തോ ആവണ്ടെന്ന് പറയില്ല എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറി. തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡല്ലത് ഇതിനെ പ്രതി ഗവൺമെൻറ് ഒരു ഇലക്ട്രിസിറ്റി വിഷൻ ഉണ്ടാക്കണം, ഒരു എനർജി വിഷൻ ഉണ്ടാക്കണം കേരളത്തിൽ. ആ എനർജി വിഷനിൽ ഞാനീ പറഞ്ഞ സോളാറും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ നിന്നുള്ള എനർജിയും പിന്നെ കാറ്റിൽ നിന്നുള്ള എനർജിയും തിരമാലയിൽ എനർജിയും മറ്റ് ആൾട്ടർനേറ്റീവ് എനർജി സ്രോതസ്സുകളും എക്യുപ്മെൻസുകളും ഞാൻ പറഞ്ഞല്ലോ, ട്യൂബ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ എക്യുപ്മെൻസുകളും കറണ്ട് കുറച്ച് ഉപയോഗിക്കുന്ന ഡിവൈസുകളുടെ ഉൽപ്പാദനം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ആ തരത്തിൽ വലിയ ഒരു എനർജി ഓഡിറ്റ്, എനർജി കൺസർവേഷൻ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചാർജ് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ആപ്പാടെ ചെയ്യുന്നത് എന്താണ്? ആ ഭാഗത്തൊന്നും നമുക്ക് ഒരു വിഷനും ഇല്ല. ആപ്പാടെ നമുക്കുള്ള വിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്. അപ്പുറത്തുനിന്ന് ഈ കൊച്ചു മുതലാളിമാരെ പോലെയാണ്. വലിയ മുതലാളിയിൽ നിന്ന് വാങ്ങിക്കും, നമുക്ക് കൊണ്ട് തരും. കൊച്ചു മുതലാളി ആവശ്യമുള്ള പൈസ ഇടും. അപ്പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് കറണ്ട് വാങ്ങിക്കും, നമുക്ക് കൊണ്ട് തരും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമുക്ക് തരും. നമ്മളെന്ന് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള പൈസ മേടിക്കും. എന്തിനാണ് ഇത്രയും വലിയ സംവിധാനം? ഇത്രയും എഞ്ചിനീയർമാർ, IAS, വലിയ സന്നാഹമല്ലേ ഇലക്ട്രിസിറ്റി ബോർഡ്, ഒരു മന്ത്രി തന്നെ അതിന് എന്തിനാണ്? തീർച്ചയായിട്ടും അത് വളരെ പരിതാപകരമാണ്. ഗൗരവമായി ഇത്തരം വിഷയങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.